ഗായ്സ്, ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ആക്ച്വലി ഇന്ന് രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഒന്ന് ആര്യനും മറ്റത് നെവിനും. കഷ്ടം. ഓരോ വീക്കിലും വന്ന് തേഞ്ഞൊട്ടുന്നത് മോഹൻലാൽ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യമായിട്ട് രണ്ടും കൂടി ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു, കാണാൻ നല്ല സൂപ്പർ ആയിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. അവിടെ ഇരുന്ന് ഉറങ്ങട്ടെ. അന്നാതിരി നമ്മളും ഒന്ന് ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് ചുരുക്കം. പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റും ഇല്ലാത്ത ഒരു ഷോ. അത്രയാണ് ഇന്നത്തെ ദിവസത്തെ ഷോയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറച്ച് ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവീൺ ഔട്ട് ആയത് ഒരു ഭയങ്കര ഷോക്കായിരുന്നു. അത് നമുക്കല്ല, പ്രവീണിന് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു അനുമോളെ തൊട്ടവരെ നമ്മൾ തട്ടും, അത്ര തന്നെ. അങ്ങനെ പ്രവീൺ ഔട്ടായി. പ്രവീണിന്റെ ആ ഡുവൽ പ്ലേയും പ്രവീൺ അവിടെ നിൽക്കുന്നിടത്തോളം അത് പ്രശ്നമായിരുന്നു. പോകാൻ സമയത്ത് അനുമോളടുത്ത് മാത്രമാണ് അവൻ യാത്ര പറയാതെ ഉള്ളത്. അനുമോൾ ഓടിച്ചിട്ട് പിടിച്ചിട്ടാണ് പറഞ്ഞത്. അനുമോൾ പാവം, ആര് പോയാലും കരയും കേട്ടോ, പാവം കൊച്ച്. എനിവേ, അപ്പാനി അത്രയും ദ്രോഹിച്ചിട്ട് പോയിട്ട് പോലും അനുമോൾ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് മസ്താനിക്ക് കൊടുത്ത ആ സെൻഡ് ഓഫ്, ദാറ്റ് വാസ് റിയലി ക്രൂവൽ. ഇറ്റ്സ് ഓക്കെ, ഫൈൻ, സാരല്ല. അവളും അത് അത്രത്തോളം പറഞ്ഞിരുന്നു. പക്ഷെ അവൾക്കൊരു റീസൺ ഉണ്ടായിരുന്നു. മസ്താനിക്കൊരു റീസൺ ഉണ്ടായിരുന്നു. ഈ കാണിച്ച ഗുണ്ട ടീമുകൾക്കൊന്നും ഒരു റീസൺ ഇല്ല. ദ റീസൺ അപ്പാനിയാണെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ പ്ലേ ആണ്, അല്ലാതെ ഒരു ഗ്യാങ് പ്ലേ ഒന്നുമല്ല. ഒരു സുഹൃത്തിനോട് സ്നേഹം കാണിക്കുന്ന അങ്ങനെയല്ല. ഷീ ഈസ് ആൾസോ എ പാർട്ട്. അപ്പാനി പുറത്തു പോകുമ്പോൾ അപ്പാനിയുമായിട്ട് അവൾ സൗഹൃദം കീപ്പ് ചെയ്യില്ലെന്ന് ആര് കണ്ടു? മേ ബി അവർ തമ്മിലും കണക്ട് ആവുന്നെന്ന് ആര് കണ്ടു? അപ്പോൾ ഇവരോ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ബിഗ് ക്രൈം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് മസ്താനി അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ടത്. ആൻഡ് സെക്കൻഡ് തിങ്, ഇന്ന് മോഹൻലാൽ ചെയ്ത ഒരു വലിയ മിസ്റ്റേക്ക് എനിക്ക് പറയാനുണ്ട്. മേ ബി ഞാൻ എപ്പോഴും മോഹൻലാലിനെ ക്രിറ്റിസിസം നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നാം ഇവരെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നതെന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. സ്പെഷ്യലി പെൺകുട്ടികൾ ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ. പക്ഷെ അങ്ങനെ ആകാനുള്ള റീസൺ എന്താണെന്നറിയാമോ? നമ്മളൊരു പരാതി മുൻപോട്ട് വെക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതൊരു പ്രോബ്ലം ആണ്. ഇപ്പോൾ എൻ്റെ ചെറുപ്പ നാളുകളിലൊക്കെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നീ പെങ്കൊച്ചല്ലേ, കുറച്ചങ്ങ് അടങ്ങിപ്പോയിക്കൂടെ, കണ്ടില്ല എന്ന് വെച്ചൂടെ എന്ന് പറയും. അതേസമയം അത് റിയാക്ട് ചെയ്താൽ തൻ്റെടി, അഹങ്കാരി എന്ന പേരും വരും. ബട്ട് അത് അഹങ്കാരി എന്ന പേര് കേൾക്കാനാണ് ഇഷ്ടം. ഇൻസ്റ്റഡ് അവന്റെ കൈയിരിക്കുന്നത് അവൻ തോണ്ടുന്നതും കൊണ്ട് ആ തരോമയിൽ ജീവിക്കുന്നതിലും ഭേദം ചെവിക്കൽ നിന്ന് പൊട്ടിച്ചിട്ട് അഹങ്കാരി എന്ന പേര് കേൾക്കാനാണ് എനിക്കിഷ്ടം. ബട്ട് അങ്ങനെ ഒന്നിലേക്ക് ഞാൻ എത്താൻ ഒത്തിരി കഷ്ടപ്പെട്ടു. മെന്റലി നമ്മൾ ഡിസ്ട്രാക്ട് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്റെ മെന്റൽ പീസാണ് എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ്. ഞാൻ മറ്റുള്ളവരുടെ ഇതിന് കെയർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദച്ചാമിയുടെ ഭാര്യ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദച്ചാമി നമ്മൾ പിടിച്ചു കൊടുക്കൂലേ? ആൻഡ് ഓണിൽ കുറച്ച് ഓവറായിട്ട് ഇത് കാണിക്കുന്നത് തോന്നി. ഒരാൾ സോറി പറയല്ലേ, അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായി, അവൾ ഷീ സെയിങ് സോറി. ഇനഫ് ഈസ് ഇനഫ്. ഓവറാണ്, ഭയങ്കര ഓവറാണ്. ആൻഡ് മിസ്റ്റർ ലാൽ പുരോഗമനവാദിയും അതിനൊത്ത് നിൽക്കുന്നുണ്ട്, തേഞ്ഞൊട്ടുന്നുണ്ട്, എന്നാലും അതിനൊത്ത് നിൽക്കുന്നുണ്ട്. മസ്താനി ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ അവൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെന്നേ. അതെന്താ ഞങ്ങൾക്കാർക്കും ഫീൽ ചെയ്യാത്ത നിനക്ക് ഫീൽ ചെയ്തെന്ന്? എന്ത് പൊട്ടൻ ചോദ്യമാണ് മോഹൻലാൽ ചോദിക്കുന്നത്? എന്താ മോഹൻലാലിന്റെ വയറിലാണോ അവൻ കയറി പിടിച്ചത്? അല്ല, മോഹൻലാലിന്റെ വേറെ സുനായിലും കാണാൻ കയറി പിടിച്ച അവൻ അല്ലല്ലോ, അവളുടെ വയറ്റിലല്ലേ പിടിച്ചത്. ഷീ ഈസ് നോട്ട് കംഫർട്ട്. നോ എന്ന് പറഞ്ഞാൽ നോ എന്നാണ് അർത്ഥം. അവൻ വീഴാൻ പോകുന്നുണ്ടെങ്കിൽ ഹീ ക്യാൻ ഹോൾഡ് ഹിസ് ഹാൻഡ്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പിടിക്കാമല്ലോ. ഇങ്ങനെ പിടിച്ചതിനകത്തുള്ള ഒരു ഡൗട്ട് അത് ആ കുട്ടിക്ക് തോന്നിയാൽ സ്വാഭാവികമല്ലേ? ശരി, അത് ആക്സിഡന്റ് ആയിരിക്കാം, ബട്ട് ആ തോന്നൽ സ്വാഭാവികമല്ലേ? ആ പെൺകുട്ടിക്ക് അത് തോന്നാൻ പാടില്ല എന്ന് മോഹൻലാൽ നരേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് നൈറ്റ് അവിടെ നടന്ന മറ്റൊരു സംഭവം കൂടെ അതാ വന്നിട്ടുണ്ട്. അതാണ് ടിറ്റ് ഫോർ ടാറ്റായിട്ട് അപ്പൊ തന്നെ ആള് അവിടെ കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ നേരേക്ക് ആരും ചാടി അങ്ങോട്ട് വീഴാണ് അവളുടെ ദേഹത്തേക്ക് കയറാൻ എന്ന വ്യാജേന. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റേപ്പിന് മുമ്പുള്ള ഒരു ചാട്ടം ഉണ്ടല്ലോ, അത് ഇനി ചോദിക്കരുത്. 75 ക്യാമറയുണ്ട് അവിടെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതൊന്നും ചോദിക്കരുത്. പോസിബിലിറ്റീസ് ആർ ദെയർ. പെട്ടെന്ന് ഒരാൾ അങ്ങനെ അങ്ങോട്ട് കയറി അത് പേടിപ്പിക്കലാണെങ്കിൽ പോലും 19 വയസ്സുകാരിക്ക് അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. രണ കരയുന്നുണ്ട്. രണയ്ക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നിരിക്കുന്നു. പക്ഷെ രണ ആ സമയത്ത് റിയാക്ട് ചെയ്തില്ല. സാധാരണ രണ പൊട്ടി തെറിച്ച് ബഹളം വെച്ച് ആ ഒരു വീടിനെ 2 വീടാക്കുന്ന സാധനമാണ്. എന്തുകൊണ്ട് അവൾ റിയാക്ട് ചെയ്തില്ല? അതാണ് പോയിന്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. മോഹൻലാലിന്റെ ഈ ആക്ഷൻ കൊണ്ടും ഒനിലിന്റെ ഈ ഡ്രാമ കൊണ്ടും മസ്താനിയുടെ എവിക്റ്റ് കൊണ്ടും അവിടെ ഉള്ള ഒരു പെൺകുട്ടിക്ക് തന്നെ അഫക്ട് ചെയ്തില്ലേ? സോ ഈ ഷോ കോടിക്കണക്കിന് മനുഷ്യർ കാണുന്നുണ്ടെങ്കിൽ, കോടിക്കണക്കിന് പെൺകുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, ആ പെൺകുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുത്ത മെസ്സേജ് എന്താണെന്നാണ് എന്റെ ചോദ്യം. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. എന്റെ ചോദ്യം വളരെ റെലവെന്റ് ആണ്. ഇത് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് ആ നായ്ക്കളുടെ മുഖത്തേക്കും കൂടെ കൊണ്ടെത്തിച്ചു കൊടുക്കണം കേട്ടോ. ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എന്ന് നമ്മമാർക്ക് മനസ്സിലാവട്ടെ. ഇവിടെ ആണിന് തരോമ വരുമത്രേ.
നീ കയറി പിടിച്ചു, നിന്റെ കൈ അവളുടെ സ്റ്റൊമക്കിൽ പോയി, അത് അൺനെസസറി തന്നെയാണ്. ഇഫ് യു ഫീൽ ഹേർട്ട്, ഐ ആം റിയലി സോറി. തിരിച്ച് ചാടി വീഴുകയല്ല വേണ്ടത്. താൻ ഭയങ്കര സംഭവമാണെന്നല്ല പറയേണ്ടത്. നീ പ്രോഗ്രസീവ് തോട്ട് ഉള്ളവനല്ല. യു ആർ നോട്ട്. പ്രോഗ്രസീവ് തോട്ട് ഇതല്ല പ്രോഗ്രസീവ് തോട്ട്. ഈ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒനിൽ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതേസമയം ലക്ഷ്മി ചാടി വീണത് ശരിയാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഒരു റൂഡ് ആക്ഷൻ ലക്ഷ്മിയുടെ സൈഡിൽ നിന്ന് വരണ്ടായിരുന്നു. ബിക്കോസ് അവൾക്ക് ഒരുപാട് വിഷയങ്ങളിൽ ഈ ആണുങ്ങളിൽ നിന്ന് ഒരുപാട് മോശമായ എന്തെങ്കിലും ചൈൽഡ്ഹുഡ് മെമ്മറീസോ അല്ലെങ്കിൽ അവൾ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത കുറേയധികം കാര്യങ്ങൾ അവൾക്കുണ്ട്. ലക്ഷ്മിക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതാണ് അവളുടെ ബോൾഡ്നെസ്. അവൾ അത്രത്തോളം പ്രോബ്ലത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു ദേഷ്യം അവൾക്കുണ്ട്. അത് അവൾ പറയുന്നുണ്ട്. ഇവിടെ മസ്താനി എന്നുള്ളതാണ് എന്റെ വിഷയം, ലക്ഷ്മിയല്ല. ലക്ഷ്മിക്ക് നേരെയുള്ള അവരുടെ ഫൈറ്റ് ന്യായമാണ്. ലക്ഷ്മി അങ്ങ് സോറി പറയുന്നുണ്ട്. അവളത് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവളത് ബോട്ടം ലൈനിലാണ് പറഞ്ഞത്. അത് ഒരു വലിയ സോറി ഒന്നും അല്ല ലാലേട്ട എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വൾഗറായി മുൻപ് ബിഹേവ് ചെയ്ത അക്ബർ പോലും പറയുന്നു അതൊരു സോറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നീ ഇത്രയും ദിവസം പറഞ്ഞ സോറി അല്ല, പിന്നെ എന്തൊരു വാഴയണ്ട, നാണം കെട്ടവനെ, നീ എന്ത് ഇത്രയും നാൾ നീ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ട് സോറി ലാലേട്ട എന്ന് പറഞ്ഞതോ അത് കുഴപ്പമില്ലേ? എന്തൊക്കെയാണ് പെൺകുട്ടികളെ കടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പൊ നിനക്ക് സോറി ഓക്കെ ആണോ? ഇവൾ പറയുമ്പോ സോറി നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അവിടെ മുഴുക്ക മെയിൽ ഷോനിസ്റ്റുകളുടെ ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ അങ്ങനെ ചെയ്യുള്ളൂ, നമുക്കറിയാം. പോട്ടെ. പക്ഷേ ഈ ഒരു കാര്യത്തില് ഇവർ ചെയ്തത് ഇന്നത്തെ ടെലികാസ്റ്റ് വളരെ ബോറായിരുന്നു. റോങ് മെസ്സേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഗേൾസ് ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല, മസ്താനിയാണ് കറക്റ്റ്, അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണം. നിങ്ങളുടെ ദേഹത്ത് നിങ്ങളുടെ പെർമിഷൻ അല്ലാതെ തുള്ളി പോലും തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരസിയിട്ടുണ്ടെങ്കിൽ അടിച്ച് പൊട്ടിച്ചേക്കാം. ഒരു കോംപ്രമൈസും അതിനകത്തില്ല. നിങ്ങളെ നോക്കാൻ പഠിക്കരുത്. പേടിക്കണേ വെച്ചോളൂ, പേടിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഇത്ര സെക്കൻഡിൽ ഇത്ര മിനിറ്റിൽ ഇവിടെ നടക്കുന്ന റേപ്പുകൾ ഇല്ലാണ്ടാവൂ. എത്ര വിക്ടിംസിനെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇതിന് ജനറലൈസ് ചെയ്യരുത്. ഇതൊരു കോമൺ സംഗതിയൊന്നുമല്ല. തൊട്ടും പിടിച്ചും തലോടിയും കെട്ടിപ്പിടിച്ചും കൂടെ കിടന്നും. ഇതെന്താണ് മോഹൻലാൽ കാണിക്കുന്നത്? ഈ ഷോ കൊണ്ട് എന്താണ് മോഹൻലാൽ അർത്ഥമാക്കുന്നത്? ആർക്കും ആരുടെയും തലയിൽ കയറാന്നാണോ? അവൾക്ക് കൺസെന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, കൺസെന്റോടെ നിങ്ങൾ ചെയ്തു, ഒരു കുഴപ്പവുമില്ല. അതിനകത്ത് ഒരു തെറ്റും ഞങ്ങൾ പറയില്ല. പക്ഷെ അവളുടെ കൺസെന്റ് ഇല്ലാതെ അവൾ അങ്ങനെ ചെയ്യുന്നത് ആ കുട്ടിക്ക് അത് പ്രശ്നം ഉണ്ടാക്കും. തിരിച്ചു അത് തന്നെയാണ്, റിവേഴ്സും അങ്ങനെ തന്നെയാണ്. ആണുങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അവരെ കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? നമ്മളുടെ സൊസൈറ്റി അതായതുകൊണ്ട് മാത്രമാണ് ആണുങ്ങൾ അത് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാതിവൃത്യം ആണുങ്ങൾക്കുണ്ടെന്ന് വന്നു നോക്കട്ടെ, അപ്പോഴറിയാം കാര്യം. ഇതൊരിക്കലും അംഗീകരിക്കാൻ ഒക്കില്ല. ഹി ഈസ് നോട്ട് എ ഫെമിനിസ്റ്റ്. അയാൾ ഫെമിനിസ്റ്റ് ആണെങ്കിൽ അയാൾ അത് അംഗീകരിച്ചേനെ. യെസ്, അവർക്ക് അങ്ങനെ തോന്നാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, ഐ എം സോറി. നീ ഓവർ റിയാക്ട് ചെയ്തു, ഇറ്റ്സ് ഓക്കെ, ഐ അക്സെപ്റ്റ് യുവർ സോറി. അവിടെ തീരണം. അതിന് ഐ എം ദിസ്, ഐ എം ദാറ്റ്, ഐ എം ദിസ്. ഹു ആർ യു? ഹു? നീ പിടിച്ചതിന് തെളിവാ, ഞങ്ങൾ കണ്ടതാണ്. പിന്നെന്താ? ദേ അവിടെ തന്നെ അടുത്ത തെളിവ് വന്നു. രണ ഫാത്തിമയ്ക്ക് നേരെ നടന്ന ആ വലിയ ഇതിനകത്ത് രണ ഫാത്തിമ കരയുകയാണ്, റിയാക്ട് ചെയ്യുന്നില്ല. ഷീസ് ബോൾഡ് ഇനഫ്. 19 വയസ്സിൽ ഇതിനകത്തേക്ക് കയറാൻ തന്നെ പ്രാപ്തയായ, അവിടെയുള്ള എല്ലാത്തിന്റെയും തലയിൽ കയറുന്ന രണ കരയുകയാണ് ചെയ്യുന്നത്. തലയിൽ കിണറുള്ള പെണ്ണുങ്ങളെ, ചേഞ്ച് യുവർ സെൽഫ്. ഈ ഷോ അല്ല അവസാന വാക്ക്. ഇതിൽ ഒരു റോങ് മെസ്സേജ് ആണ് ഇന്ന് കൊടുത്തത്. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ടുഡേസ് പോയിന്റ് എനിക്ക് അതാണ്. പിന്നെ മസ്താനി ആദ്യം എല്ലാം കൂട്ടിനെസ് ഓവർലോഡായിട്ട് വാരി കൊഴിഞ്ഞ് കൊഞ്ചി കുരഞ്ഞങ്ങ് തകർക്കുന്നുണ്ടായിരുന്നു. മസ്താനി പുറത്തായപ്പോൾ അതൊക്കെ സമാധാനമായി. ഒരുപാട് അങ്ങ് കൂട്ടിനെസ് വാരി എറിയാൻ നിൽക്കരുതായിരുന്നു. ഔട്ടായില്ലേ? കൂട്ടിനെസിന്റെ കൂടുതലാണ്. പിന്നെ എനിക്ക് അവളെ ഔട്ടാവാനുള്ള റീസൺ ഷാനവാസിനെ അവൾ ടാർഗറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് അവൾ പുറത്താവാനുള്ള ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഈ മസ്താനി ഈ പ്രശ്നം വളരെ ഇതാക്കിയത് പ്രൈവസി ആയിട്ട് പോയി പറയുന്നു. പിന്നെ ഡുവൽ സ്റ്റാൻഡ്, ഡബിൾ സ്റ്റാൻഡ്, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അഭിലാഷിന്റെ ക്യാപ്റ്റൻസിയെ പറ്റി അനീഷ് പുകഴ്ത്തി പറയുന്നുണ്ട്. അത് സൂപ്പറായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അനീഷ് ആദ്യമായിട്ടാണ് ഒരാളെ നല്ലതെന്ന് പറയുന്നതെന്ന് മോഹൻലാൽ പറയുന്നത്. ഓക്കെ, ബട്ട് സ്റ്റിൽ പ്രോഗ്രാം വാസ് സോ ബോറിംഗ് ആണെന്നുള്ളൊരു തെളിവാണ്. ആര്യൻ തൂങ്ങി വീഴുന്നുണ്ടായിരുന്നു. നവീൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രണ്ടും അവിടെ ഇരുന്ന് തൂങ്ങി ഉറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഉറക്കം തൂങ്ങി ഒരിതാണ്. വന്ന് ഈ ശനി ഞായറും വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്. അമ്മാതിരി ബോറിംഗ് സംഗതിയായിട്ട് വരുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ എടുത്തു വെച്ച് പറയാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അക്ബറിനൊന്നും പറഞ്ഞുകൂടാലോ, ഷോ ഡയറക്ടറുടെ ആളല്ലേ, മിണ്ടിക്കൂടാ. അതുകൊണ്ടാ ആര്യനെയും ജിസേലിനും പിന്നെ ഒന്നും പറയത്തില്ല. ബൈ ദ വേ, ഇന്ന് ആര്യലിനും ജിസേലിനും നല്ല കൊടുത്തിട്ടുണ്ട്. ആര്യൻ ജിസേൽ, ആര്യൻ ജിസേൽ, ജിസൻ ആര്യൽ എന്ന് പറയുന്നത് കറക്റ്റ് എന്ന് തോന്നിയുകൊണ്ടാണ് അങ്ങനെ ഒരു റിവേഴ്സ് ഇട്ടത്. ഇനിമേ ഇവർ രണ്ടുപേർക്കും നല്ലപോലെ കൊടുത്തിട്ടുണ്ട്.
കയ്യിൽ സ്റ്റിച്ച് ഇട്ടുണ്ടെങ്കിൽ ലാലേട്ട എനിക്ക് തൂക്കാനും തൊടുക്കാനും വയ്യാത്തെന്ന് പറയുന്നുണ്ട്. സ്റ്റിച്ച് ഇടുന്നതിന് കുഴപ്പമില്ല, പാത്രം കഴുകുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നു. അവിടെ ആലു പൊറോട്ട ആൻഡ് സോ ഓൺ അതെല്ലാം കിച്ചണിൽ കിടന്നുള്ള എല്ലാ സർക്കസും കയ്യോടെ പൊക്കുന്നുണ്ട്. പക്ഷേ അനുമോൾക്ക് കൊടുത്ത ആ ഒരു സ്ട്രോങ് ഇവിടെ ഇല്ല. അതെന്താണെന്ന് അറിയാൻ വയ്യ. ദേശ ഉളുപ്പുണ്ടെങ്കിലല്ലേ. അനുമോള് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അനുമോള് ചാടി വീണ് ഇടയ്ക്ക് 1-2 കാര്യം പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, അനുമോൾ ടാർഗറ്റഡ് അല്ല എന്നുള്ളത് ഇത്തവണത്തെ ഇതിനകത്ത് എനിക്ക് അങ്ങനെ തോന്നി. ബാക്കി എല്ലാത്തിനെയും പിടിച്ചിട്ട് വരട്ടണമെങ്കിൽ അനുമോളെ അങ്ങ് ഒഴിവാക്കി അനുമോളെ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ശല്യം മാറി കിട്ടി അനുമോളെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന് എന്തരാവുന്നോ എന്തോ ശിവനെ. ഏതായാലും പല കാര്യങ്ങളിലും അനുമോളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതൊരു സമാധാനം. ജിസേലിന് കിട്ടിയതിന് പാത്രം കഴുകുന്നതിന്റെ കേസിൽ ആര്യൻ ഇല്ല ലാലേട്ട, ഞാൻ അങ്ങനെയല്ല ലാലേട്ട, ഞാൻ ഇങ്ങനെയല്ല ലാലേട്ട, ഞാൻ മറ്റേതാണ് ലാലേട്ട, ഞാൻ ഭയങ്കര ഡീസന്റ് ആണ് ലാലേട്ട, ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ് ലാലേട്ട, ഞാൻ മറ്റേതാണ് നാണം കെട്ടവന്റെ അടുത്ത് എന്താ? നാണം കെട്ടവന്റെ ആസനത്തിൽ വാലി മുളച്ച അതും ഒരു തള്ളെന്നും പറഞ്ഞ് തൂക്കിക്കൊണ്ട് നടക്കും എന്നതിനപ്പുറം. ഓക്കെ. പിന്നെ ചായ കേസ് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ബിന്നിയെ തോപ്പിക്കാൻ, ബിന്നിയെ ഒതുക്കാൻ വേണ്ടി അവിടെ എഴുന്നേറ്റ് അക്ബറാണ്. അക്ബർ ബിന്നിക്ക് വേണ്ടി സപ്പോർട്ട് പറയുന്നതിന് പകരം ജിസേലിന് സപ്പോർട്ട് പറഞ്ഞു. ആൻഡ് ആര്യൻ ആൾസോ. ഭയങ്കര ബോറിംഗ് ഗെയിമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. ബിന്നി കറക്റ്റാണ്. ഡാക്കിറ്റർ മുമ്പ് കുഴപ്പമാണെങ്കിലും അനുവിന്റെ തലയിൽ കയറാത്തിടത്തോളം നമുക്ക് അവൾ സേഫാണ്. പക്ഷെ അവൾ പറഞ്ഞത് കറക്റ്റാണ്. അവിടെ ഫുഡ് എടുക്കുന്നുണ്ട്, ഒരുപാട് എടുക്കുന്നുണ്ട്, സാധനങ്ങൾ എടുക്കുന്നുണ്ട്, ഇതൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കമ്മിങ് വീക്കിൽ ജിസേല് ടാർഗറ്റ് ചെയ്യാൻ പോണത് ബിന്നിയെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. പിന്നെ ഇവളെ അങ്ങോട്ട് ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട്, ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ ആദിലയും നൂറയും ആര്യനിക്ക് കൈ കൊടുത്തത് അവരുടെ നാരോ മൈൻഡിനെ കാണിക്കുന്നു. നോ വൺ എൽസ് ഡിഡ് ദ സെയിം. അപ്പോ നിങ്ങൾക്ക് ഏർപ്പെട്ട ഒരു ബുദ്ധിമുട്ട്, അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദില നൂറയ്ക്ക് ഏർപ്പെട്ട ആ അപമാനം അതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമായി മസ്താനിക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത്? അതല്ലേ അവർ തന്നത്. സോ ദേ ഡിസേർവ്. അതിനേക്കാൾ കൂടുതലുണ്ട് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നല്ലേ എന്റെ അർത്ഥം. ഒരു മനസാക്ഷി ഇല്ലാത്ത പെണ്ണുങ്ങളാണ് അതിലെ നൂറയെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. എന്ത് മനസാക്ഷിയാണ്? സ്വന്തം പേരൻസിനെ തന്നെ എടുത്തു വെച്ച് ഉരുട്ടാൻ ഇട്ടുകൊടുത്ത അവർക്കൊക്കെ എന്ത് മനസാക്ഷിയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? സോ വേസ്റ്റ്. അത്രേ ഉള്ളൂ. ആര്യന്റെ ഷോ അത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. സാബുമോനും അനുമോളിന്റെ കേസ് അതും കൊള്ളാം. ഏകദേശം അതൊക്കെ ഓക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ പോയി കാണാൻ. എനിക്ക് അതിനകത്ത് വലിയ കമന്റ്സ് ഒന്നും പറയാനില്ല. ഏതായാലും പ്രവീൺ പുറത്തായത് ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര എന്താ പറയണ, പെട്ടെന്ന് ഒരു ഓൾ ഓഫ് ഇൻ എ സഡൻ അങ്ങനെ ഒരു സംഭവം നടന്നതുപോലെയാണ് തോന്നിയത്. അതെനിക്ക് സർപ്രൈസിങ് ആയി. എല്ലാവർക്കും സർപ്രൈസിങ് ആയി. എല്ലാവരും ഒന്നും വിട്ട് അതെന്താന്ന് പ്രവീണിന് സർപ്രൈസിങ് ആയി. അപ്പൊ പ്രവീണിന് മനസ്സിലായ എന്നെക്കാൾ സ്ലോ ആയിട്ട് അവിടെ ഒരുപാട് പേരുണ്ട്, എന്താ അവരെ ഒന്നും ചൂസ് ചെയ്യാത്തെന്നാണ് ചോദ്യം. എക്സാക്ട്ലി സാബുമോന്റെ നേരെയാണ് അവന്റെ ആ ഇത്. ഒന്നില് സാബുമോനൊക്കെ വെറുതെയാണ് അവിടെ ഉള്ളത്. അവര് എവിക്റ്റ് ആവുന്നതായിരുന്നു നല്ലത്. അവരെ എവിക്റ്റ് ആക്കാതെ പ്രവീണിനെ എവിക്റ്റ് ആക്കിയതിന്റെ റീസൺ മേ ബി അനുമോളുടെ സപ്പോർട്ടേഴ്സിന്റെ വോട്ടായിരിക്കാം. മേ ബി ബിക്കോസ് പ്രവീൺ അവിടെ നിന്ന് കഴിഞ്ഞാൽ അനുമോളുമായിട്ട് മറ്റൊരു ലെവലിലേക്ക് പോകാൻ സാധ്യത ഏറെ ഉണ്ടായിരുന്നു. അതങ്ങ് ഒഴിവായി കിട്ടി ശല്യം. ഞങ്ങൾക്ക് ഈ ഒരു കോംബോ ഇത് കാണേണ്ട ആവശ്യമില്ല. എന്തായാലും അനുമോൾ അവിടെ നിൽക്കും എന്നുള്ള ഉറപ്പാണ്. ജിസേൽ നിൽക്കുന്നിടത്തോളം അനുമോൾ നിൽക്കും. അവർ രണ്ടുപേരും നല്ല കോമ്പറ്റീറ്റേഴ്സ് ആണ്. ജിസേലിന്റെ പല കുൽസിതങ്ങളും കള്ളത്തരങ്ങളും പിടിച്ചിട്ടുണ്ട്. ഇന്ന് മുഴുക്ക ലക്ഷ്മി ഫ്രൈ ആയിരുന്നു. ബട്ട് ലക്ഷ്മി ആകെ ഒന്ന് തണുത്തു, ഒന്ന് ടെൻസ്ഡ് ആവുന്നുണ്ട്. കാരണം ബിക്കോസ് അവൾ പറയുന്ന ഒരു സ്റ്റോറി റിലേറ്റ് ചെയ്തിട്ടാണ് അവൾ അതിനകത്ത് നിൽക്കുന്നത്. ആ ഒരു ഇതില് അത് ഓക്കെ. അതർവൈസ് ലക്ഷ്മി ുള്ള ഒരു നല്ലൊരു ക്യാരക്ടറിനാണ് ഞാൻ കണ്ടത്. അതായത് ഇപ്പം സാധാരണ നമ്മള് ഇപ്പം മസ്താനി കാരണമാണല്ലോ ലക്ഷ്മി അങ്ങനെ ഒരു അവസ്ഥ വന്നത്. പക്ഷെ ഒരിടത്ത് പോലും മസ്താനിയാണ് അത് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് എന്ന് ലക്ഷ്മി മെൻഷൻ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ലക്ഷ്മി ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് എന്ന് തന്നെ പറഞ്ഞത് അഡ്മിറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ക്യാരക്ടറാണ് ലക്ഷ്മി എന്ന് ഞാൻ പറയും. നല്ല ക്യാരക്ടറാണ്, ബോൾഡാണ്, അത് നല്ലൊരു റോൾ മോഡലാണ്. ആൻഡ് സൂപ്പർ എക്സാഗറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അതിനെ എടുത്തത് മേ ബി പേഴ്സണലി ഷീ ഈസ് ഹാവിങ് സം പ്രോബ്ലം, അതായിരിക്കാം. എനിവേസ് അത് ചെയ്തത് തെറ്റെന്നല്ല, കറക്റ്റാണ്. ഒനിൽ അത് ഹാൻഡിൽ ചെയ്ത വിധമായിരുന്നു മോശം. ഒനിൽ അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. ബാക്കിയുള്ളവർ ഒനിലിനെ സപ്പോർട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷെ പിടിച്ചു എന്നുള്ളത് വാസ്തവമാണ്. സോ എന്റെ ഒപ്പീനിയൻ ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇന്നത്തത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. വലിയ ഒരു ഭയങ്കര സന്ദേശമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറെ പേര് ഈ നെറ്റിയിലൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, വേണ്ടാന്നോ വേണോന്നുള്ളോ. അത് എനിക്ക്
ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. എൻ്റെ മറ്റൊരു റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെക്ഷൽ ഇതൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ നൂറെ ഒരു കെട്ടിപ്പിടുത്തവും ഒരു പട്ടി ഷോയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ഐ എം റിയലി എന്താ പറയുക, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.